കാട്ടാനാക്രമണത്തിൽ മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു വേദനിപ്പിക്കുന്ന വിവരമുണ്ട്. ഇടുക്കി ചിന്നക്കനാൽ ചൂണ്ടലിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. പന്നിയാർ സ്വദേശിയായ ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ വെച്ചാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ആറാട്ടിയുടെ അനാസ്ഥയാണ് വേലുച്ചാമിയുടെ മരണത്തിന് കാരണമായത് എന്ന് പറയുകയാണ് ശാന്തൻപാറ പഞ്ചായത്ത് അംഗമായ PT മുരുകൻ. ഒരാനക്കൂട്ടമാണ്. അതങ്ങനെ മിക്കവാറും ആ മേഖലയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ പലപ്പോഴും ഇങ്ങനെ RRTയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മെസ്സേജും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അശ്രദ്ധയായിപ്പോയി. ഫോറസ്റ്റിന്റെ ഭാഗത്ത് വീഴ്ച എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരുടെ മെസ്സേജും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്തേക്ക് ഇന്ന് കുറേ ആളുകൾ പണിക്ക് പോകാതിരുന്നിട്ടുണ്ട്. പണിക്ക് ഇന്നിപ്പോൾ ആ ഭാഗത്താണ് ആന നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കുറേ സംവിധാനം എന്ന് വെച്ചാൽ ഈ RRTയുടെ ഒക്കെ മെസ്സേജൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു മേഖലയിൽ ആന നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ആളുകൾ ജോലിക്ക് പോകാറില്ല സാധാരണയായി. ഇദ്ദേഹം പണിക്ക് പോയതല്ല, ഇദ്ദേഹം തോട്ടം ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് തോട്ടത്തിൽ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് മാത്രം പോയതാണ്. ജോലിയില്ലായിരുന്നു അവിടെ. ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, ചിന്നക്കനാലിലെ കാട്ടാന പ്രശ്നമൊക്കെ നമ്മൾ പറയുന്നതാണ്. അവിടെ ഒരു ജീവൻ പൊരിഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് സംഭവം? പൂജ, നമ്മളിപ്പോൾ കേട്ടത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജയൻ, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം പറയുന്നത് നമുക്കറിയാം 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വാട്സാപ്പ് മെസ്സേജ് വഴി സന്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷെ എന്നിട്ടും ആ പ്രദേശത്തെ വാർഡ് മെമ്പർ അറിയിച്ചതനുസരിച്ച് ഈ പഞ്ചായത്ത് മെമ്പർ വിളിച്ചറിയിച്ചതനുസരിച്ച് രാവിലെ RRT സംഘം അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇവർ ഈ ആനയെ തുരത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് വനംവകുപ്പിനെതിരെ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞത് അവിടെ കാടിൻ്റെ അകത്ത് ഏലത്തോട്ടത്തിന്റെ നടുക്കാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഏലത്തോട്ടത്തിന്റെ നടുക്കാണ് ആന നിൽക്കുന്നത്, അതുകൊണ്ട് ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ RRT സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് മെമ്പറുടെ ആരോപണം.